ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്നത്തെ ഒരു ജനറേഷനിൽ മിക്കവരും ഒരുപാട് ഫോട്ടോസ് എടുക്കുക, അതുപോലെ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് ആപ്സ് അതിനായിട്ട് ഇന്ന് അവൈലബിൾ ആണ് അല്ലേ. ആൻഡ്രോയിഡ് ആപ്സ് ഉണ്ട് ഒരുപാട്, അതുപോലെ തന്നെ iOS ആപ്സ് ഒക്കെ ഒരുപാട് എണ്ണം ഉണ്ട്. ഇപ്പോൾ ഇതിലെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം, അതുപോലെ നമുക്ക് ഫ്രെയിം വർക്ക് ചെയ്യാം, കൊളാഷ് ഉണ്ടാക്കാം, ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള ആപ്സ് കൊണ്ട്. ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ കൂടുതൽ നമുക്ക് ഭംഗിയാക്കാം എന്നാണ് ചിന്തിക്കുക. അതുകൊണ്ടാണ് നമ്മളത് കൂടുതലായി എഡിറ്റ് ചെയ്യുന്നതും, അതുപോലെ ഒരുപാട് ഫോട്ടോസൊക്കെ ചേർത്ത് നമ്മൾ കൊളാഷ് ഉണ്ടാക്കുന്നതും ഫ്രെയിം വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പറ്റിയ 2019 ഏറ്റവും ബെസ്റ്റ് ആപ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിൻ്റെ ലിങ്ക്സും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ആപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ആപ്പാണ് പിക് ഫ്രെയിംസ്. ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കായി തയ്യാറാക്കിയിട്ടുള്ള മികച്ച ഫോട്ടോ ഫ്രെയിമിംഗ് സൗകര്യമുള്ള ഫോട്ടോ എഡിറ്റിംഗ് ആപ്പാണ് പിക് ഫ്രെയിംസ്. ഫോട്ടോയ്ക്ക് വ്യത്യസ്ത ഷേപ്പിലുള്ള ഫ്രെയിമുകൾ നൽകാൻ കഴിയുമെന്നതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. കൊളാഷ്, ഫോട്ടോ ഫ്രെയിംസ്, സ്റ്റിക്കേഴ്സ് കൂടാതെ ധാരാളം ഫിൽറ്റേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ഇൻഫ്രെയിം ആണ് രണ്ടാമത്തെ ആപ്പ്. നിരവധി ഫോട്ടോ ഫ്രെയിമുകൾ, ഫിൽറ്ററുകൾ, വ്യത്യസ്ത മോഡലിലുള്ള കൊളാഷ് ഒക്കെ ഇൻഫ്രെയിം എന്ന ആപ്പിൽ ലഭ്യമാണ്. 100-ലധികം ഫോട്ടോ ഫ്രെയിമുകൾ ഉണ്ട് എന്നത് ഇൻഫ്രെയിം ആപ്പിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. അതുപോലെ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പിക്ചർ കറന്റ്ലി ഏത് റെസൊല്യൂഷനിലാണോ ഉള്ളത് സെയിം റെസൊല്യൂഷനിൽ തന്നെ സേവ് ചെയ്യാനും സാധിക്കും. വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത ഒരു ആപ്പാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത്. അതായത് പിക്സാറ്റ് ഫോട്ടോ എഡിറ്റർ. ഹെയർ കളർ, പാറ്റേൺ ബ്രഷസ് യൂസ് ചെയ്തിട്ടുള്ള എഡിറ്റിംഗ്, കൊളാഷ് മേക്കേഴ്സ്, ഫിൽറ്റേഴ്സ്, ഡ്രോയിങ് ടൂൾസ്, സ്റ്റിക്കേഴ്സ് തുടങ്ങി നിരവധി ഫീച്ചറിന് പുറമെ വ്യത്യസ്തമായ ഫോട്ടോ ഫ്രെയിമുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്തെ ആപ്പാണ് ഫോട്ടോ ഫ്രെയിം കൊളാഷ്. ഐഡിയൽ ആപ്പ് സ്റ്റുഡിയോ എന്ന കമ്പനിയാണ് ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തത്. 200-ലധികം കൊളാഷ് ഫ്രെയിമുകൾ ഉണ്ടെന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്പ് കൂടുതലായി ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൊളാഷ് മേക്കിങ്ങിലാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റിക്കേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ഫ്രെയിം എന്ന ആപ്പാണ് അഞ്ചാമതായി പറയാൻ പോകുന്നത്. ചീറപ്പ് സ്റ്റുഡിയോ ആണ് ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തത്. 100-ലധികം ഗ്രിഡ് ഫ്രെയിംസും ആർട്ട് ഫ്രെയിംസും ഈ ആപ്പിലും ഉണ്ട്. അതുപോലെ ലൈവ് വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാനാവും എന്നതാണ് മറ്റുള്ള ആപ്പിൽ നിന്ന് ഫ്രെയിം എന്ന ഈ ഒരു ആപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ഫ്രെയിമുകൾക്ക് പുറമെ വിവിധ തരം ബാക്ക്ഗ്രൗണ്ടുകളും ഫിൽറ്ററുകളും അവൈലബിൾ ആണ്. അതുപോലെ 1000-ലധികം സ്റ്റിക്കേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു 5 ആപ്സ് അത് ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്യുന്നതായിരിക്കാം. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഫ്രെയിം ഉണ്ടാക്കാനും അതുപോലെ കൊളാഷ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യാവുന്ന നല്ല ആപ്സാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം. ഇനി നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറിച്ച് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.